ബീട്രൂട്ട് പൊട്ടാറ്റോ കറി, ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൊണ്ടൊരു മസാല. ഇതുണ്ടാക്കാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു തക്കാളി, ഒരു സവാള, 3 പച്ചമുളക്, വലിയ പച്ചമുളകാണ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 4 അല്ലി വെളുത്തുള്ളി. ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ ചെറുതായി കട്ട് ചെയ്താൽ മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പച്ചമുളക് നീളത്തിലാണ് കട്ട് ചെയ്തത്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകൊന്ന് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാള വെന്ത് വന്നാൽ നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വരണം. അതിൻ്റെ കൂടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച് തക്കാളി ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടൊക്കെ ചെറുങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലയായിട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഉപ്പ് എല്ലാവിടെയും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര കറിക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരടപ്പ് വെച്ച് മൂടി വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കാം. കുറച്ച് ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആഡ് ചെയ്താൽ മതി, എനിക്ക് കുറച്ച് പുളി ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പൊട്ടാറ്റോ കറി മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. രാവിലത്തെ ചപ്പാത്തി, ദോശ, ഉച്ചക്കത്തെ ചോറ് എന്നിവയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.